students to our English online class. Previous days we discussed new topic that is from a railway carriage. We discussed it and complete the all activities of that poem. Today we are going to discuss another poem that is entitled as Marvelous Travel. It is written by Joshua Fernandez. Okay. Anyway, we can go through the new topic. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മാർവലസ് ട്രാവൽ അഥവാ വിസ്മയകരമായ യാത്ര എന്നുള്ള പുതിയ കവിത പാഠഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രം എ റെയിൽവേ കാരേജ് അഥവാ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. അതിലെ പ്രവർത്തനങ്ങൾ നമ്മൾ തീർത്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ കവിതയാണ്, മാർവലസ് ട്രാവൽ. can go through it. Let's start. മാർവലസ് ട്രാവൽ, വിസ്മയകരമായ യാത്ര. ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. യാത്രകൾ പലപ്പോഴും ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു മാധ്യമമാണ്. ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ ആൻഡ് ലേണിംഗ് അബൌട്ട് ദിയർ ലീവ്സ്. പുതിയ ആളുകളെ കണ്ടെത്തുക, അവരുടെ ജീവിതങ്ങൾ പഠിച്ചെടുക്കുക, അവരുടെ സംസ്കാരങ്ങൾ പഠിച്ചെടുക്കുക, അവിടുത്തെ ഭാഷകൾ, അവിടുത്തെ ആഹാര രീതി, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക. അതാണ് അതിൽ കാണിക്കുന്നത്. ഹിയർ ദ പോയറ്റ് ഷെയർസ് ഹിസ് വ്യൂസ് ഓൺ ട്രാവൽ. ഇവിടെ ഈ കവിതയിൽ പറയുന്നത് കവി തൻ്റെ യാത്രയുടെ ആ ഒരു വ്യൂ, കാഴ്ചപ്പാട്, എങ്ങനെയായിരിക്കണം യാത്ര, അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അഭിപ്രായമാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പങ്കുവെക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു യാത്ര, അതിലെന്തൊക്കെ വേണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ഈ കവിതയിലൂടെ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. It is written by Joshua Fernandez. Joshua Fernandez. He is a Malaysian film director and designer who believes in creative collaboration. മലേഷ്യക്കാരനാണ്, ഒരു സിനിമ സംവിധായകനാണ്, ഡിസൈനറാണ്, ഒക്കെയാണ്. Yes, then another details what he has produced dance music and released a number of track music numbers. സംഗീതജ്ഞനുമാണ്, ഡാൻസ് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, മലേഷ്യക്കാരനായിട്ടുള്ള മലേഷ്യൻ ഫിലിം ഡയറക്ടറായിട്ടുള്ള ജഷുവ ഫെർണാണ്ടസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ഒരു വ്യൂ, കാഴ്ചപ്പാട്, അത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് മാർവലസ് ട്രാവൽ. ഫസ്റ്റ് സ്റ്റാൻസ. ഐ ട്രാവൽ വിത്ത് മൈ ഐസ്. ഞാൻ കണ്ണുകളുമായിട്ടാണ് യാത്ര ചെയ്തത്. Watching those silently cry, asking themselves the question why. Someone left them without saying goodbye. യാത്ര ചെയ്തത് കണ്ണുകളായിട്ടാണ്. മാത്രമല്ല, നിശബ്ദമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. ആസ്കിങ് ദംസെൽവ്സ് ദി ക്വസ്റ്റ്യൻ വൈ. അങ്ങനെ കരയുന്ന ആളോട് ചോദിച്ചു, വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്. Someone left them without saying goodbye. അവരോട് യാത്ര ചോദിക്കാതെ, യാത്ര ചോദിക്കാതെയാണ് അവരിൽ നിന്ന് വിട്ടുപോയത്, അല്ലേ? ആരൊക്കെ ചില ആളുകൾ അവരെ വിട്ടു പോയിട്ടുണ്ട്, അവർ യാത്ര പറയാതെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അപ്പോൾ കണ്ണുമായിട്ട് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലങ്ങളും കണ്ടു വേണം ആസ്വദിക്കാൻ. മനോഹരമായിട്ട് ദൃശ്യങ്ങളുണ്ടാവാം, പാടങ്ങൾ, നെൽവയലുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ണുകൊണ്ട് കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാൻസ. സെക്കൻഡ് വൺ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ഐ ട്രാവൽ വിത്ത് മൈ പെൻ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ചിന്തകളുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. ഐ ട്രാവൽ വിത്ത് മൈ പെൻ. എൻ്റെ പേനയുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വുമൻ ആൻഡ് മെൻ. അങ്ങനെ ചിന്തകൾ എന്ന് പറയുമ്പോൾ കാണുന്ന സമയത്ത് ചിന്തിക്കും, എത്ര മനോഹരമല്ലേ, യെസ്, അവിടെ എന്തൊക്കെ ഉണ്ടാവാം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ചിന്തകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നത്. ട്രാവൽ വിത്ത് മൈ പെൻ, പേനയുമായിട്ടാണ് സഞ്ചരിച്ചത് അല്ലെങ്കിൽ യാത്ര ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വുമൻ ആൻഡ് മെൻ. സ്ത്രീകളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, അവിടുത്തെ വേഷവിധാനങ്ങളെക്കുറിച്ച്, അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച്, അല്ലേ, കാഴ്ചകളെക്കുറിച്ച്, അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, പേന കൊണ്ട് എഴുതി വയ്ക്കും. അനുഭവക്കുറിപ്പ് എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേനയുമായിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എഴുത്തുകാരൻ പറയുന്നത്. യെസ്, നെക്സ്റ്റ് വൺ. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ് that something new would spring into my horoscope. I travel with my voice. എൻ്റെ ശബ്ദവുമായിട്ടാണ് ഞാൻ സഞ്ചരിച്ചത്, യാത്ര ചെയ്തത്.
ട്രാവൽ വിത്ത് മൈ ഹോപ്പ്, പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. അല്ലേ? ശബ്ദം വെച്ചാൽ ഓരോ കാര്യങ്ങളും ചോദിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ശബ്ദിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം. അങ്ങനെ അതുകൊണ്ട് സഞ്ചരിച്ചു. ഹോപ്പ്, പുതിയ പ്രതീക്ഷകൾ, സ്ഥലങ്ങൾ കാണാം, നല്ല പ്രകൃതിരമണീയമായിട്ട് കാഴ്ചകൾ കാണാം എന്നുള്ള പ്രതീക്ഷ, അതൊക്കെ ആയിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. ഹൊറോസ്കോപ്പ് ജാതഗ്രഹമായിട്ടുള്ള, ജാതകം എന്നൊക്കെ അർത്ഥം. സ്പ്രിങ്, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. ജാതകത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു തനിക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യം. അത് കാണാമായിരുന്നു, തെളിഞ്ഞ് കാണാമായിരുന്നു. എന്ന് വെച്ചാൽ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും. എങ്ങനെ? വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്. അമേരിക്കയിലോ ഏഷ്യയിലോ യൂറോപ്പിലൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള ഒരു അവസരം തനിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം കാണുകയാണ്. ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു സ്കോപ്പ്. തീർച്ചയായിട്ടും അത് വളരെയധികം തന്നെ ആവേശഭരിതനാക്കുന്നു, ആവേശത്തിൻ്റെ കൊടുമുടിലെത്തിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റുമല്ലോ, അവിടെ സന്ദർശിക്കാൻ പറ്റുമല്ലോ, നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു സന്തോഷം, ആവേശം അദ്ദേഹത്തിന് ഉളവായി. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. മിക്സ് വിത്ത് മെനി റേസസ്. വേറിട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള വർഗം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദെയർ ഫേസസ്. മുഖം കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ട്രൈബ്സ്മെൻ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ എന്ന് എനിക്ക് പറയാൻ പറ്റും. അവരുടെ മുഖം നോക്കിയിട്ട്. നാട, കയറ്, അല്ലേ? മുഖം, ഇവിടുത്തെ മുഖം നോക്കിയിട്ട്. ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. ലേസ്, നാട അല്ലെങ്കിൽ കയറ്. അപ്പോൾ അവിടെ കയ്യിൽ കെട്ടിരിക്കുന്ന കയ്യിൽ കെട്ടിരിക്കുന്ന കയറ് അല്ലെങ്കിൽ നാട് കെട്ടിയ ആ നാടിൽ നിന്ന്, പെൺകുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ മുഖം നോക്കിയിട്ട് അവർ ഏത് ഗോത്രവർഗത്തിൽപ്പെട്ടതാണ്, ഏത് ആദിവാസി കുടുംബത്തിൽപ്പെട്ടതാണെന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറയും. എന്നുവെച്ചാൽ അതൊക്കെ പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങളിൽ നിന്നാണ്. അത്രമാത്രം യാത്രാ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സാരം. ഓക്കെ. ഐ ട്രാവൽ വിത്തൗട്ട് മണി. പണമില്ലാതെയാണ് ഞാൻ സഞ്ചരിച്ചത്. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമോണി. ടെസ്റ്റിമോണി, തെളിവ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു തെളിവിനെ നിങ്ങൾ വിശ്വസിക്കുക, ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എല്ലാം സത്യമാണ്, എല്ലാം കൃത്യമാണ്. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. ഒരുപക്ഷെ നല്ലതാവാം, മോശമാവാം, ഒരുപക്ഷെ വൃത്തികെട്ടതാവാം, അല്ലേ? പലപ്പോഴും യാത്രകൾ നല്ല ഓർമ്മകൾ നമുക്ക് തരുന്നുണ്ട്, ചീത്തയായിട്ടുള്ള ഓർമ്മകൾ തരാറുണ്ട്, വൃത്തികെട്ട മോശമായിട്ടുള്ള ഓർമ്മകൾ തരാറുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത വകഭേദങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ യാത്രാനുഭവങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാവുക. യെസ്, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേണി. ഇപ്പം ഇത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ യാത്രയിൽ എല്ലാം മൂല്യം നിറഞ്ഞതാണ്, ആനന്ദം നൽകുന്നതാണ്, എത്രമാത്രം മൂല്യമുള്ളതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫോർ ഐ വിൽ ഓൾവേസ് ബി മാർവൽഡ് വെൻ എവർ ഐ ട്രാവൽ. ഞാൻ എപ്പോഴൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ സംസ്കാരം, പുതിയ ആളുകൾ, പുതിയ ഭാഷ, അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പുതിയ അനുഭവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം ചിന്തിച്ചെടുക്കുകയാണ്. സോ ദിസ് ഈസ് ദ പോം അബൌട്ട് എ ട്രാവൽ. ഓക്കെ, now we can go through the textual questions. There are 5 questions are there. Can see first one. Why does the poet say that he traveled with his eyes and thoughts? എന്തുകൊണ്ടാണ് കവി പറയുന്നത് താൻ സഞ്ചരിച്ചത് തൻ്റെ കണ്ണുകൊണ്ടും ചിന്തകൾ കൊണ്ടുമാണെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? വൈ, എന്തുകൊണ്ടാണ്? യെസ്, the poet sees and observes everything and that he just during, that is, he is just note down with his pen during his travel. Okay, and he says that the smallest things has something teaches and gives us joy. ഇപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഒരു അനുഭവങ്ങൾ, ആനന്ദം, ആസ്വാദകരം നമുക്ക് നൽകുന്നുണ്ട്, ആസ്വാദ്യത നൽകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2. What does the poet mean by I travel with my pen? എന്താണ് അദ്ദേഹം ഞാൻ പേന കൊണ്ടാണ് സഞ്ചരിച്ചത്, യാത്ര ചെയ്ത് എന്നുള്ള ആ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആ വരിയുടെ അർത്ഥം? ദ പോയറ്റ് വാണ്ട്സ് ടു റെക്കോർഡ് ഹിസ് ട്രാവൽ എക്സ്പീരിയൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ അദ്ദേഹത്തിന് എഴുതി വെക്കണമായിരുന്നു, അതുകൊണ്ടാണ് പേനയുമായിട്ട് സഞ്ചരിച്ചത് എന്ന് അദ്ദേഹം അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 3rd one, something new would spring into my horoscope. What does this line mean? എന്തോ ഒരു പുതിയ കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജാതകത്തിലെന്ന പോലെ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, ദിസ് ലൈൻ മീൻസ് ദാറ്റ് ദ പോയറ്റ് വിൽ ഹാവ്
Yes, that is, he give a new experience and valuable experiences that would change his life. അങ്ങനെ പുതിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടും, അതൊരു പക്ഷേ തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ആ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. Who are the different types of people the poet meets during his journey? തൻ്റെ വേളകളിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ചില ആളുകളുണ്ട്, രണ്ട് തരത്തിലുള്ള ആളുകൾ. അത് ആരൊക്കെയാണ്? യെസ്, the poet meets children, women, men. Then tribesmen. Okay, they are the persons he just met during his journey. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകൾ ഇവരൊക്കെയാണ്. Last one, every experience is worth life's journey. What does the poet mean by this? എല്ലാ യാത്രകളും, ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളും അത് അനുഭവം നിറഞ്ഞ മൂല്യമുള്ള യാത്രകൾ തന്നെയാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത്. അല്ലേ, ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ യാത്രയും. അല്ലേ, ദ ലൈഫ് ഈസ് ഓക്കെ, സംടൈംസ് വി ഫേസ്ഡ് എ ഗുഡ് തിങ് ആൻഡ് ബാഡ് and sometimes ugliest things we just felt in our day-to-day life. മോശപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. Such experiences in his life, that is a very important one, that is a very worth life's journey. അത് വളരെ മൂല്യമുള്ള ജീവിതമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരു പക്ഷേ മോശം ചിന്താഗതികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് ഉണ്ടാകുന്ന അതേ അനുഭവം എന്തിലുണ്ടാവാറുണ്ട്, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഈ ജീവിത കാലയളവിൽ നമുക്കും ഉണ്ടാവാം. നല്ല അനുഭവങ്ങൾ, ചീത്ത അനുഭവങ്ങൾ, അത്രയും മോശപ്പെട്ട വൃത്തികെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അത്തരത്തിലുള്ള ഒരു അനുഭവം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ എന്ന് കൂടി അദ്ദേഹം ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, ജീവിതയാത്ര എന്ന സാരം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, സോ Marvel's Travel, the poem Marvel's Travel is over and its questions, there is only 5 questions that we completed. Okay, so this poem Marvel's Travel is over. The coming day we can start a new topic. Okay, so till wait for another video. Okay, stay home, stay safe, have a nice day. Thank you.